கனகம். பாசி அண்ணா நல்லா இருக்கீங்களா? உங்களை பத்தி நானும் கௌரியும் கொஞ்சம் முன்னாடி பேசியிருந்தோம். நீங்க வேற ஒரு ஜோலி இல்ல, என்ன பத்தி പറഞ്ഞോണ്ടിരിക്കുക എപ്പോഴും. நீங்க யார்கிட்ட சண்டை போட்டீங்க? யார்கிட்ட? ഒരു വിൻസെന്റ് ഗോമസാ ഗോപാല. അയ്യോ അതങ്ങ് മധുര വരെ എത്തിയാ? എന്റെ പൊന്ന് കനകം, ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ. അതൊക്കെ പോട്ട്. കനകം എപ്പോ വന്നത്? ഞാൻ ഇന്നേക്ക് കാലയില വന്നേ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഹോട്ടലിൽ തുടങ്ങും എന്ന് പറഞ്ഞല്ലാതെ ഇതുവരെ തുടങ്ങണില്ലല്ലോ. ഇത് തുടങ്ങണില്ലേ ഇത്? അയ്യോ ഗൗരി சொன்னா கொஞ்சம் யோசிச்சு ஸ்டார்ட் பண்ணலாம்னு. யோசிச்சு ஸ்டார்ட் பண்ணலாம்னല്ലേ? അപ്പോഴേ സ്റ്റാർട്ട് பண்ணும்போது கனகம் ആയിരിക്കുമല്ലോ മാനേജർ. ஐயோ அது வேண்டாம், நான் வந்து வேலை பண்ணுறது தான் எனக்கு பிடிக்கும். മാനേജർ എല്ലാം யாராச்சும் ஆகட்டும். കനകം, കനകത്തിന്റെ ഈ വിനയം, ഈ എളിമ, പിന്നെ എപ്പോഴും മുഖത്തുള്ള ആ ചിരി, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. நீங்க கூட எப்பவும் சிரிச்சிட்டு தானே இருக்கீங்க. എന്റെ ചിരി കനകത്തിന് ഇഷ്ടമാണോ? ஆமா, ரொம்ப பிடிக்குமே. எங்க ஊர்ல ஒண்ணு சொல்லுவாங்க, நல்லா சிரிச்சா ₹1,00,000 மேல கிடைக்கிற மாதிரின்னு. കനകം, ഒരു കാര്യം ഞാൻ പറയാം. നമുക്കൊരു പരിചയം ഇല്ലാത്തവരാണെങ്കിൽ കൂടി നമ്മളെ മുഖത്തോക്കി ഒന്ന് ചിരിച്ചാണ്ടല്ലോ, നമുക്ക് ആരൊക്കെ ഉള്ള ഒരു തോന്നലാണ്. உங்க வைஃப் புஷ்பலதா எப்போ வருவாங்க? எப்போ வரும்னு ആർക്കറിയാം കനകം. അവൾ അവിടെ, ഞാൻ ഇവിടെ. അത് വിടുங்க, நீங்க கோவில் போனீங்களா? பெரிய பக்தனோ? അയ്യോ ഭക്തരൊന്നും അല്ല കനകം, ഞാൻ ഒരു 41 ദിവസം വ്രതം എടുത്ത് കോവിലിൽ പോകാമെന്ന് വിചാരിച്ചു. എതുക്ക്? എന്തായാലും അവള് വരൂല എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഇനിയിപ്പം ഞാൻ വ്രതം എങ്ങാനും എടുത്ത് അവ മനസ്സ് മാറി അവള് വന്നാലാ? കണ്ടിപ്പാ വരും. അയ്യോ ஏன் ஐயோ? അല്ല, അയ്യോ വരണമെങ്കിൽ വരട്ടെന്ന്. நான் கூட கண்டிப்பா ப்ரே பண்றேன், அவங்க கண்டிப்பா வரும். വേണ്ട കനകം, അവള് വരുമ്പം വരട്ടെ. നമ്മളായിട്ട് എന്തിനു വെറുതെ പ്രാർത്ഥിച്ചു കൊണ്ടുവരണത്? நம்ம லைஃப்ல ஏதா பிரச்சனை வந்தாலும் நம்மளுக்கு அதை ஃபேஸ் பண்ண கற்றுக்கணும். கடவுள் ஒரு லைஃப் தானே நம்மளுக்கு கொடுத்துருக்காரு, அதனால அதை சந்தோஷமா லீட் பண்ணணும். അതൊക്കെ ശരിയാണ് കനകം. പക്ഷേ നമ്മൾ കൂടെ നിന്നിട്ടേ ഒരുപാട് വിശ്വസിച്ചവർ ഒരു ദിവസം നമ്മളെ തള്ളി പറഞ്ഞിട്ട് വരൂലെന്ന് പറയില്ലേ, അപ്പം നമുക്കൊരു വിഷമം വരുമല്ലോ കനകം. നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ. என்னன்னா ரொம்ப வருத்தமா இருக்கா? ரொம்ப வருத்தம் இல்லை, வருத்தம் இருக்கு. എല്ലാം ശരിയായിടും. എല്ലാം ശരിയായിടും. അയ്യോ മാമി ഇവിടെ ഉണ്ടായിരുന്നാ? മാമിയെ പറ്റിയേ ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ അല്ലേ കനകം? ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കല്ലേ ഞാൻ അല്ലേ വരുന്നു മാമി ഉണ്ടാന്ന് വെച്ചിപ്പോ. നീ എന്തിനാ ഈ വേലിക്കലെന്ന് സംസാരിക്കുന്നേ? അങ്ങോട്ട് കയറി കൂടായോ? ഞാൻ ഇതുവഴി പോയപ്പോ കനകം ഇവിടെ തൂത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇതുവഴി വന്നിട്ട് കനകത്തിന്റെ സംസാരിച്ചോണ്ടിരുന്നു. കനകത്തോട് നീ എന്തോ സംസാരിക്കാനാ? കുറെ കാര്യങ്ങളുണ്ട് മാമി. എനിക്കൊരു ഭയങ്കര ആഗ്രഹം. എന്തോന്ന്? എനിക്ക് തമിഴ് പഠിക്കണം. ஆமா, நான் கத்து கொடுக்கறேன்னு சொன்னேன். കനകം കത്ത് കൊടുക്കാന്ന് പറഞ്ഞോ? അയ്യോ അപ്പടി ഇല്ല, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവന്റെ ഒരു വൃത്തികെട്ട ചിരി കണ്ടില്ലേ? ഈ ചിരി ഇഷ്ടമുള്ളവരുണ്ട്. ലോകത്തിലുള്ള എല്ലാ ഭാഷയും പഠിച്ചു കഴിഞ്ഞു, ഇനി തമിഴ് മാത്രമേ പഠിക്കാനുള്ളൂ. മാമി ഞാൻ വരാം കേട്ടാ, അത് പഠിപ്പിച്ചേ പോട്ടാ. ഉള്ളാക്കി പോ മാമി, തമിഴ് വാഴുക. പോടാ, ചിരി കണ്ടില്ലേ അവന്റെ? കനകം വൈകിട്ട് വരാം. എന്തോത്തിന്? തമിഴ് പഠിക്കണ്ടേ? കനകം നീ തമിഴ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞോ? പാവല്ലേ, നമ്മ ഭാഷ എന്നാ തന്നെ ചൊല്ലി കൊടുക്കലാംല്ലേ. അവന് പ്രാന്താണ്. പഠിക്കേണ്ടുന്ന സമയത്തെ പഠിക്കാതെ മലയാളം പോലും പഠിച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ അവൻ തമിഴ് പഠിക്കാൻ നടക്കുന്നു. എന്താ എനിക്ക് പെൻസിൽ തരൂലെന്ന് പറഞ്ഞില്ലേ? ആ പെൻസിൽ തരുമോ? വരയ്ക്കാൻ പറ്റത്തില്ല. എന്താ വരയ്ക്കാൻ പറ്റാത്ത? എനിക്ക് ഇത് മതി, ഈ കളർ മതി. നോക്കട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.